ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സംഭവമാണ് ഈ ടേബിൾ മാനേഴ്സ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര ഒരു ഒത്തിരി സംശയങ്ങളാണ് ഇതിനെക്കുറിച്ച് ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ സാമൂഹിക ജീവിതമൊക്കെ മാറി. എല്ലാ മലയാളികളും ലോകരാജ്യങ്ങളെല്ലായിടത്തും പോകുന്നവരാണ്, യാത്ര ചെയ്യുന്നതാണ്. ഗ്രാമങ്ങളിൽ പോലും വലിയ വലിയ വിരുന്നുകൾ നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. പലരും മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ ചിട്ടകൾ, അല്ലെങ്കിൽ എത്തിക്സ് എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പലർക്കും അറിവില്ലാതെ ചെയ്യുന്നതും, അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യാൻ അറിയില്ല എന്ന രീതിയിൽ അത് ആസ്വദിക്കാതെ പോകുന്ന പലരുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കുറേ അശ്രദ്ധമായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്നുണ്ട് ഭക്ഷണ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ ഇറച്ചിയും മീനൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആളുകൾ കൂടുതൽ പറയുന്നൊരു സംഭവമാണ്, ഈ ഇറച്ചിയൊക്കെ കഴിക്കുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ പല്ലിനിടയിൽ ഇറച്ചി വരികയും അത് വളരെ അലോസരമായിട്ട് നമ്മളെ പെടുത്തും. അപ്പോൾ തന്നെ ടൂത്ത് പിക്കാണ് അത് ഉപയോഗിക്കുക. അത് എല്ലാവരും ചെയ്യുന്നത് അത് ഒരു ഏറ്റവും വളരെ ഒരു മോശമായിട്ടൊരു കാര്യമായിട്ടാണ് ലോകത്തുള്ള എല്ലാവരും കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വിദേശികളോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഇപ്പം മലയാളികൾ തന്നെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നത്. ആ ഒരു രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ടൂത്ത് പിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് വലിയ ഒരു മോശം പ്രവണതയാണ്. അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട കൈ മടക്കി. നമ്മുടെ ഒരു ടൂത്ത് പിക്ക് നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് പക്ഷേ അത് കൈ മടക്കി അത് കുത്തി ആ പല്ലിനിടയിൽ കുത്തുന്നൊരു സംഭവം ആരെ കാണിക്കാതെ, അല്ലെങ്കിൽ വാഷ്റൂമിൽ വെച്ചിട്ടാണ് അവർ പെട്ടെന്ന് തന്നെ ചെയ്യുക. ഇറച്ചിയോ ഭാഗം തീർച്ചയായിട്ടും പല്ലിനിടയിൽ കുരുങ്ങുന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ടൂത്ത് പിക്ക് ഉപയോഗിക്കുമ്പോൾ കൈ മടക്കി അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് അത് കൊടുത്തുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാഷ്റൂമിൽ പോയി ചെയ്യുക. എന്നിട്ട് ആ ടൂത്ത് പിക്ക് ടേബിളിൽ ഒരിക്കലും വലിച്ചെറിയുന്നത് വളരെ മോശമായ ഒരു പ്രവണതയായിട്ടാണ് കാണുക. അതൊരു ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂവിൽ ചുരുട്ടി വയ്ക്കുക. കാരണം അത് ടേബിൾ ക്ലിയർ ചെയ്യുന്നവരുടെ കയ്യിൽ ആ ഒരു ഡയറക്റ്റ് ടച്ച്, ആ ഒരു കോൺടാക്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അത് റബ്ബിഷ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ പല്ലിൽ കുത്തുക, അതിനുശേഷമാണ് ഈ കൈ കഴുകാൻ പോകുന്ന ഒരു സമ്പ്രദായം. നമ്മൾ പലരും വാഷ് ബേസിനിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ് ബേസിൻ യൂസ് ചെയ്യുമ്പോൾ വായൊക്കെ ഒരുപാട് ശബ്ദമുണ്ടാക്കി, അല്ലെങ്കിൽ വായൊക്കെ കുപ്പിളിച്ച് കഴുകുന്ന ഒരു ശീലമൊക്കെ ഉണ്ട് പലർക്കും. എന്നാൽ മാത്രമേ അവർക്കൊരു സംതൃപ്തി കിട്ടാറുള്ളൂ. അത് തീർച്ചയായിട്ടും അതൊരു വീടുകളിലൊക്കെ ചെയ്ത് ശീലിക്കുന്നത് കൊണ്ട് അത് റെസ്റ്റോറൻറ്റിൽ പോയാലോ ഹോട്ടലിൽ പോയാലോ തൊട്ടടുത്ത് ഒരാൾ നിൽക്കുമ്പോഴോ ആ ഒരു ശബ്ദമുണ്ടാക്കി വാ കഴുകുക, അതൊക്കെ ഒരു വളരെ മറ്റൊരാളും നിൽക്കുമ്പോൾ നമ്മളൊരു വാ കഴുകുന്നതിനൊരു രീതിയുണ്ട്. അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് വായിൽ കുപ്പിളിച്ച് ശബ്ദമുണ്ടാക്കി ചെയ്യാതിരിക്കാൻ ശീലിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ മുതൽ, ചെറുപ്പത്തിൽ മുതൽ കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ച് വരേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ കൈയൊക്കെ കഴുകിയിട്ട്, തൊട്ടടുത്തൊക്കെ ടേബിൾ ഉണ്ടെങ്കിലും കൈ കഴുകിയിട്ട് മലയാളികൾ കൈ കുടയുന്നൊരു ശീലമുണ്ട്. അത് മിക്കവരുടെയും അടുത്തിരിക്കുന്ന ആളുകളുടെ ദേഹത്ത് വീഴുന്ന, അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു ടേബിൾ ഇരിക്കുന്നു, കുറച്ച് സൈഡിൽ നിന്ന് ഭക്ഷണം കഴിയിട്ട് ആ കൈ നനഞ്ഞ അത് കൈ ഒരു ടിഷ്യൂ വെച്ച് തുടയ്ക്കാതെ, ഒരു പക്ഷേ അവിടെ ടിഷ്യൂ ഉണ്ടായാലും പോലും എടുക്കില്ല, ഇനി ടിഷ്യൂ ഇല്ലെങ്കിൽ പോലും കൈ ഒരു കുടയലാണ്. ആ കുടയുന്ന ആ ജലാംശം ഒരുപക്ഷെ തൊട്ടടുത്തിരിക്കുന്നവരിലേക്ക് വീഴുന്നു എന്ന് പോലും അറിയാതെ പലരും ഈ റെസ്റ്റോറൻറ്റ്, അതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പറയാറ്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ അത് ചിലടത്ത് സ്പൂണും ഫോക്കും അല്ലെങ്കിൽ പല സംഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇത് എങ്ങനെ ഒരിക്കലും ശീലിക്കാതെ കഴിക്കുമ്പോൾ അത് തെറ്റിച്ച് കഴിക്കണോ, അല്ലെ അങ്ങനെയൊക്കെയുള്ളൊരു സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സംഭവം വീടുകളിൽ തന്നെ വല്ലപ്പോഴും നമ്മുടെ ചോറും കറികളും വളരെ രുചികരമായിട്ട് കൈവച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണമായ ആസ്വാദനം ഉണ്ടാകുക. പക്ഷേ നിങ്ങളൊരു വിരുന്നിന് പോകുമ്പോൾ 10 പേരിരിക്കുന്ന ഒരു ഡിന്നറിൽ 9 പേരും സ്പൂണും ഫോക്കും വെച്ച് കഴിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു കൈവച്ച് കഴിക്കുമ്പോൾ എല്ലാവരും നമുക്ക് തന്നെ സ്വയം ഒരു എംബ്രാസ്മെൻറ്റ് പോലെ തോന്നും. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഒഴിവാക്കാൻ വല്ലപ്പോഴും വീടുകളിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സ്പൂണിലൊക്കെ ഒന്ന് കഴിച്ച് പരിശീലിച്ചാൽ, ഇങ്ങനെയുള്ളൊരവസരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ, അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോയി ഒരു സ്പൂണും ഫോക്കിലും വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ചോപ്സ്റ്റിക്ക് കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കേണ്ട ഒരു അവസരത്തിൽ ഒരു വീട്ടുകാരായിട്ട് പോയി കഴിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ കൈവച്ചൊക്കെ കഴിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മറ്റുള്ള ഒരു സ്പെഷ്യൽ ഡിന്നറിന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട്. കാരണം മലയാളികൾ ലോകമെമ്പാടും യാത്ര ചെയ്യുകയാണ്, പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും എല്ലാ രാജ്യവും. അപ്പോൾ മറ്റ് പല ജീവിത സംസ്കാരങ്ങളൊക്കെ ആയിട്ട് വന്ന ഇടകലർന്ന ആൾക്കാരൊക്കെ ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒത്തുചേരൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡിന്നറുകളിലോ വിരുന്നുകളിലോ ഒക്കെ ചെല്ലുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിനൊരു പ്രാക്ടീസ് എന്ന നിലയിൽ കുഞ്ഞുകാലം മുതലേ സ്പൂണിൽ നമ്മളൊന്ന് കഴിച്ച് ശീലിച്ചാൽ, എന്നും കഴിക്കണമെന്നല്ല, എനിക്ക് പോലും കൈവച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഒരു സ്പെഷ്യൽ ഒരു ഡിന്നറിൽ കുറേ ആൾക്കാരുടെ കൂടി ഇരിക്കുമ്പോൾ എല്ലാവരും സ്പൂണിലും ഫോക്കും കഴിക്കുമ്പം നമ്മൾ മാത്രം കൈവച്ച് കഴിക്കുന്നത് ഒരു അരോചകമാണ് മറ്റുള്ളവർക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് സ്പൂണിൽ ഒരിക്കലും കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നതാണ്, കറക്റ്റായിട്ട് ആ ഒരു ശബ്ദമുണ്ടാക്കും, അല്ലെങ്കിൽ ആ ഫോക്ക് എങ്ങനെ
പിടിച്ച് അല്ലെങ്കിൽ ആ പ്ലേറ്റിനകത്ത് മുട്ടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ശരിക്കും ഒരു ടേബിൾ മാനേഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ കുട്ടികളെ കുഞ്ഞുനാൾ മുതലേ ചോറും കറികളായാലും വല്ലപ്പോഴൊക്കെ സ്പൂണിലും ഫോക്കിലും ഒക്കെ വെച്ച് കഴിപ്പിച്ച് ശീലിച്ചാൽ അവർക്ക് ആ ഒരു ശീലം എവിടെയെങ്കിലും ഇങ്ങനെ വരുമ്പോൾ അത് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഭക്ഷണം. നമ്മൾ ഈ ബൊഫയിലൊക്കെ കല്യാണങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ ഒത്തിരി ബൊഫയിലൊക്കെ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. സൂപ്പ് ഉണ്ടാവും, സാലഡ് ഉണ്ടാവും, ഒരുപാട് മെയിൻ കോഴ്സ് ഉണ്ടാവും, ഡെസേർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ എങ്ങനെയൊക്കെ കഴിക്കണമെന്ന് അറിയാണ്ട് ആളുകൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും മെനു എന്താണെന്നൊക്കെ നമ്മൾ അറിയുക. അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് പോകുന്നു, അവിടെ വലിയൊരു ഹോട്ടലിലായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഹാളിൽ എല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് അലങ്കരിച്ച് വയ്ക്കും. അപ്പം ആദ്യം തന്നെ പോയി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ ക്യൂവിൽ പോയിട്ട് കിട്ടുന്ന സംഭവങ്ങളെല്ലാം കൂടെ എടുത്ത് കഴിക്കാതെ നമ്മൾ ആദ്യം തന്നെ മെനു എന്താണെന്ന് നോക്കുക. സൂപ്പുണ്ടോ അല്ലെങ്കിൽ സാലഡ് ഉണ്ടോ? അതൊക്കെ ഒരു ഭക്ഷണത്തിൻ്റെ രുചിയെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഒരു ഷെഫ് മെനു പ്ലാൻ ചെയ്യുന്നത് തന്നെ ഒരാൾക്ക് എങ്ങനെയാണ് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമ്മളൊരു ചിക്കൻ കറിയും ചോറും മാത്രമാണെങ്കിൽ നമുക്കത് കഴിക്കാം. ഇത് 30ഓളം അല്ലെങ്കിൽ ഒരുപാട് വിഭവങ്ങളുള്ളപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതൊക്കെയാണെന്ന് നേരത്തെ ഒന്ന് മനസ്സിലാക്കി ആവശ്യാനുസരണം എടുത്ത്, കാരണം ഒരുപാട് ഭക്ഷണങ്ങൾ പ്ലേറ്റിൽ ഒരുമിച്ചെടുത്ത് പ്ലേറ്റൊക്കെ നിറച്ച് ഇതൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെക്കുറിച്ച് തോന്നുന്നൊരു സാമൂഹികമായിട്ടൊരു ബോധമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനം ഭക്ഷണം വേസ്റ്റാക്കുക എന്നുള്ളതാണ്. നിങ്ങളെടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് അവരത് ബാക്കിൽ നിന്ന് ഉണ്ടാക്കുകയും അടുത്തൊരു ഇവൻറ്റ്. അപ്പം ഈ ഒരു കാറ്റേഴ്സൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരു 100 പേരുടെ ഒരു ഫംഗ്ഷന് 100 പേര് എടുക്കുന്നതിലും കൂടുതൽ ഭക്ഷണമാണ് എടുക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള ഭക്ഷണം കുറയുമെന്ന അളവിൽ അവർ 200 പേർക്കുള്ള ഭക്ഷണമാണ് അടുത്ത ഇവൻറ്റിൽ ഉണ്ടാക്കുക. എന്താണ് സംഭവിക്കുക? 100 പേരുടെ ഭക്ഷണം വെറുതെ, അല്ലെങ്കിൽ ആരോ കഴിക്കേണ്ട, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുള്ളൊരു നാട്ടിൽ 100 പേരുടെ ഭക്ഷണം ഡസ്റ്റ്ബിന്നിൽ അല്ലെങ്കിൽ റബ്ബിഷിലേക്ക് ആർക്കും കഴിക്കാൻ പറ്റാതെ പാഴായി പോകണം. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഭക്ഷണം എടുക്കുമ്പോൾ അതിൻ്റെ അളവുകൾ കൃത്യമായിട്ടാവുകയും പിന്നീടുണ്ടാകുന്ന, അപ്പോൾ എല്ലാവരും ഒരു ഡാറ്റ അനലൈസ് ചെയ്താണ് നമ്മൾ ബിസിനസ്. ഇപ്പോൾ ഒരു ബിസിനസ് റവന്യൂ തന്നെ വരുന്നതും എല്ലാം ഡാറ്റ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാറ്ററിംഗുകാർ ഭക്ഷണം ഉണ്ടാക്കുന്നത് 500 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു സമൂഹം എത്രമാത്രം കഴിക്കുന്നു, അല്ല എത്രമാത്രം ഭക്ഷണം വേണം, അത് നമ്മൾ കഴിക്കുന്നതിനെ കൂടി നമ്മൾ തട്ടിക്കളയുന്ന അളവുകൂടെ വെച്ചിട്ടാണ് അവർ അടുത്ത തവണത്തെ. കാരണം ഭക്ഷണം കുറയാൻ പാടില്ല. ആ ഒരു ഇവൻറ്റിൻ്റെ അവരുടെ ബിസിനസ്സിനെ, അവരുടെ റെപ്യൂട്ടേഷനെയൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിവാഹങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം എടുക്കുക, അത് കഴിച്ച്. അപ്പോൾ അവരുടെ അത് ഉപയോഗിക്കാത്ത ഭക്ഷണങ്ങൾ എത്രമാത്രം കുറയുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും നെക്സ്റ്റ് ഒരു 10 ഇവൻറ്റ് ചെയ്യുമ്പോൾ അവർക്കറിയാം 500 പേർക്ക് എനിക്ക് 25 കിലോ ചിക്കൻ മതി, അല്ലെങ്കിൽ അവർ 50 കിലോ ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ 25 കിലോ ചിക്കൻ വാങ്ങിച്ച് അത്രമാത്രം ഇൻഗ്രീഡിയൻസും ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഓരോ കല്യാണങ്ങളും നമ്മൾ കാരണം പാഴാക്കി കളയുന്നത്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തിരക്കുണ്ടാക്കി ഒരു സമയത്ത് ഒന്നുകൂടെ പോയി രണ്ടാമത് എടുക്കുന്ന മടി ഓർത്തിട്ടും ഒരുപാട് സാധനങ്ങൾ എടുക്കുകയും അതുകൊണ്ട് കളയുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ചില ടേബിൾ മാനേഴ്സൊക്കെ മലയാളികൾ ശീലിച്ചാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്.